ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്നേഹ. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഈ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ചാനലിലേക്ക് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഒന്നും ആയിരുന്നില്ല. ഓൾറെഡി എനിക്കൊരു ചാനലുണ്ട്. അപ്പോൾ ആ ചാനലിൽ വേണേൽ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരു 3 മിനിറ്റ്സ് വരുന്ന ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു ഷോപ്പിംഗ് വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ പെട്ടെന്ന് എനിക്ക് തോന്നി പുതിയൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ എന്നെക്കുറിച്ചോ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോ അല്ലെങ്കിൽ ഒന്നും എൻ്റെ ചാനലിനെ കുറിച്ചിട്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു, ഫേസ് ടു ഫേസ് ആയിട്ട് ഇരുന്നിട്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ പേര് സ്നേഹ. ഞാൻ ബാംഗ്ലൂരാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ എൻ്റെ ഹസ്ബൻഡ്, കുഞ്ഞും ഞാനുമാണ് താമസിക്കുന്നത്. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ HR ആയിട്ട് വർക്ക് ചെയ്യുന്നു. അത്രയ്ക്കാണ് എൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു 6 വർഷമായി ചാനലുണ്ട്, പക്ഷെ ഞാൻ ആ ചാനൽ തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്ത് പുതിയൊരു ചാനൽ തുടങ്ങാനുള്ള റീസൺ, ഇപ്പം പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു ലെക്കാണ്. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരേപോലെ സക്സസ് ആവണം എന്നൊന്നുമില്ല. ചിലർക്ക് സക്സസ് ആവും, ചിലർക്ക് സക്സസ് ആവില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യുക, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ചില പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് സക്സസ് ആവാം. ഇപ്പോൾ സാധാരണ പറയാറില്ലേ, ഒറ്റൊരു വീഡിയോ മതി നമുക്ക് മോണിറ്റൈസേഷൻ ആവാനും ഇൻകം വരാനും നമുക്ക് നല്ലൊരു കരിയർ തന്നെ യൂട്യൂബിലേക്ക് കൊണ്ടുവരാനൊക്കെ. എൻ്റെ കേസിൽ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, എൻ്റെ ചാനലിൽ ഞാൻ ചെയ്ത കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ 6 വർഷം മുന്നേ ആയിരുന്നു. അന്നെന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും കണ്ടിരുന്നത് ബ്യൂട്ടി വ്ളോഗേഴ്സിനെ ആയിരുന്നു. അവർ ഇന്നും കുറേ പേരൊക്കെ ഉണ്ട്, കുറേ പേര് അത്ര ആക്റ്റീവ് അല്ല. പക്ഷെ ആ സമയത്ത് നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ ആൾക്കാർ. അതിലൊന്നാണ് സിംപ്ലി മൈ സ്റ്റൈൽ, പിന്നെ ബ്ലഷ് വിത്ത് ആഷ്, റിൻസി, കരിമഷി എന്നൊക്കെ പറഞ്ഞിട്ട് അസ്വി മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനലുണ്ട്. ഇപ്പോൾ അസ്വി, സിംപ്ലി മൈ സ്റ്റൈൽ, ബ്ലഷ് വിത്ത് ആഷ് അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ കരിമഷിയിൽ അവരൊന്നും ഇനി ഞാൻ അങ്ങനെ കാണാറില്ല. ഇനി എനിക്ക് സജഷൻ വരാത്തതാണോ എന്നറിയില്ല, പക്ഷേ അത്രയ്ക്ക് അങ്ങ് ആക്റ്റീവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുക. പൊതുവേ തന്നെ ഞാനൊരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്കും തോന്നി എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എനിക്കും ഇങ്ങനെയൊക്കെ പറയണം, എനിക്കും എന്നെയും കുറേ ആൾക്കാരെ അറിയണം. ആ ഒരു ചിന്തയിൽ വീട്ടിലൊക്കെ സംസാരിച്ച് അങ്ങനെ സെറ്റായിട്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കല്യാണം ഫിക്സ് ചെയ്യുമോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് യൂട്യൂബിൽ നിന്നും നമുക്ക് ഇൻകം വരും എന്നുള്ളത്. പക്ഷേ അത് ഫേക്ക് ആണോ എന്ന് പോലും നമുക്കറിയില്ല. മീൻസ് ഫേക്ക് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം സത്യമാണോ എന്ന് പോലും അറിയില്ല. അന്ന് ഇങ്ങനെ ഒരുപാട് യൂട്യൂബിൻ്റെ ഇൻകത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെ തുടങ്ങാം അങ്ങനത്തെ ഒന്നും ഒരു വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ ഉണ്ടായി കാണും, പക്ഷെ ഇന്നത്തെ പോലെ അത്ര അധികം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ചാനൽ തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഞാൻ കുറേ DIY, അതായത് ബ്യൂട്ടി റിലേറ്റഡ് DIY, അധികം DIY ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ തന്നെ ആ വീഡിയോ 10-20 പ്രാവശ്യം ഇരുന്ന് കാണും. അതായത് ചിലപ്പോൾ സെയിം ചാനലിൽ നിന്ന് കാണും, ചിലപ്പോൾ എന്ത് ചെയ്യും വേറൊരു ചാനലിൽ കയറിയിട്ട് കാണും. അതായത് നമ്മുടെ തന്നെ സെക്കൻഡ് ചാനൽ ഉണ്ടാക്കിയിട്ട് കയറും. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാരായിട്ട് എന്നെ പോലെ കുറേ ബിഗിനേഴ്സ് ഇങ്ങനെ വരാൻ തുടങ്ങി യൂട്യൂബിലോട്ട്. അപ്പോഴാണ് ഈ സബ് ബൈ സബ്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കറിയാം സബ് ബൈ സബ് എന്ന് പറഞ്ഞ ഒരു സംഭവം. അതായത് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം വന്നു. അതൊരു മെനക്കെട്ട പണിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം രാത്രിയൊക്കെ ഇരുന്ന് നമ്മളിങ്ങനെ ചെയ്യണം. അതായത് ഞാൻ നിങ്ങളുടെ വീഡിയോ ഇത്ര കണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നില്ല. അപ്പം ഞാനും അതിൽ കൂടി. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാവർക്കും അയച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ കാണും. ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു, പക്ഷേ വീഡിയോ ഒന്നും അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ഒരു ക്യൂരിയോസിറ്റിയിൽ കണ്ടിട്ടുണ്ടാവും, അതിനുശേഷം അവർ കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എല്ലാവരും അല്ല, ചില ആൾക്കാർ. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അയച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. സബ് ബൈ സബിലൂടെ സബ്സ്ക്രൈബേഴ്സ് വന്നു. പക്ഷേ ഈ സബ് ബൈ സബ് എന്ന് പറഞ്ഞ സംഭവത്തിൽ തന്നെ ഹവേഴ്സിൻ്റെതും ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരാളുടെ വീഡിയോ അത് നമ്മൾ
ഒരു ഗ്രൂപ്പിൽ ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ വീഡിയോ, അതിലെ കംപ്ലീറ്റ് വീഡിയോ, അതായത് 12 വീഡിയോ ഉണ്ടെങ്കിൽ 12 വീഡിയോ ആ ഗ്രൂപ്പിലുള്ള ബാക്കി 19 പേരും ഇരുന്ന് കാണും. അപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു ദിവസം തന്നെ 300-400 ഹവേഴ്സ് കിട്ടും. 300-400 ഒന്നുമില്ല, ഒരു അറൗണ്ട് ഒരു 100 ഹവേഴ്സ് കിട്ടും. അങ്ങനെ പറയുമ്പോൾ കുറച്ച് വന്നു പോയതാണ്, 100 ഹവേഴ്സ് കിട്ടും. അപ്പോൾ 300-400 കിട്ടും കേട്ടോ. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ 20 ആളുള്ള ഗ്രൂപ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 100-200 ഗ്രൂപ്പുള്ള ആൾ ഒരാളുടെ വീഡിയോ ബാക്കി 199 ആൾക്കാരും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും ആൾക്കാർ കണ്ടിട്ട് അങ്ങനെ വ്യൂസൊക്കെ വരുന്ന സംഭവത്തിലൊക്കെ ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ കയറി. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കുറേ ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ കുറേ അറിയാത്ത കാര്യങ്ങളും യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അവർ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്നേരം ഇങ്ങനെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം തപ്പിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരിങ്ങനെ പറയും. അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്നേരത്ത് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ബാക്കി ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഇതുപോലത്തെ പല ഗ്രൂപ്പുകളിൽ കയറി. എന്നിട്ട് ഒരു സൈഡിൽ ലാപ്ടോപ്പ്, ഒരു സൈഡിൽ ഫോണ്, ഒരു സൈഡിൽ വേറൊരു ലാപ്ടോപ്പ്, ഇതിലൊക്കെ മറ്റുള്ളവരുടെ വീഡിയോസ് ഇതുപോലെ കാണും. പല ഗ്രൂപ്പിൻ്റെ, അതായത് ഡെയിലി ചെയ്യുന്നവരുണ്ട്, ഡേ ടൈമിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ നൈറ്റ്, അതായത് നമ്മൾ കാണണമെന്നില്ല അവരുടെ വീഡിയോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വാച്ച് ലൈറ്റർ അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒന്നിച്ച് പ്ലേ കൊടുക്കുക. അപ്പോൾ രാത്രി അതിങ്ങനെ കിടന്ന് പറഞ്ഞോളും. അപ്പം എല്ലാവർക്കും ഇത് രാത്രിയിലേ പറ്റൂ. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ വർക്ക് ചെയ്തിട്ട് കഴിയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. പക്ഷെ ചില ആൾക്കാർ ഡെയിലും ചെയ്യാൻ തുടങ്ങി, ഇപ്പം വർക്കൊന്നും ഇല്ലാത്ത ആൾക്കാർ. അങ്ങനെ അത് ഒരു പാതി വഴിയിൽ പോകുമ്പോൾ എനിക്കതിനോട് മടുപ്പ് വന്നു. കാരണം എനിക്ക് എൻ്റെ ടൈമിംഗ് ഒന്നും ശരിയാകുന്നില്ല, വർക്ക്. പിന്നെ എപ്പോഴും നോക്കിയാലും എൻ്റെ കയ്യിലൊരു ഫോൺ മാത്രമേ ഉള്ളൂ. ഈ ഫോൺ ഞാൻ ഈ ഒരു സംഭവത്തിന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേറെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും പറ്റുന്നില്ല. മൊത്തം ഇത് ഇങ്ങനെ വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാൻ മൊത്തത്തിൻ്റെ തല പെരുക്കുന്ന പണിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പലരും അത് ചെയ്യുന്നുണ്ടെന്ന്. ചെയ്യണ ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു സംഭവം. അങ്ങനെ ഞാൻ അതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എൻ്റെ കല്യാണമായി. കൊറോണ സമയത്ത് എല്ലാവരും കത്തിക്കേറി വരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ കൊണ്ടുപോയിട്ട് യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു കാരണമുണ്ട്. നമ്മുടെ ടിക്ടോക്ക് ബാൻ ആയ സമയത്ത് ഒത്തിരി പേര് നമ്മുടെ എന്താ പറയുക യൂട്യൂബിലോട്ട് വന്നു. അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഫെയിം ഉണ്ട്, ടിക്ടോക്കിൽ ഫെയിം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരൊക്കെ ഇങ്ങനെ കത്തി കയറാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറേ യൂട്യൂബായി. ഞാൻ വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നല്ല കേട്ടോ പറഞ്ഞാൽ, ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇന്നത്തെ അത്രയൊന്നും 6 വർഷം മുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ കാണുന്നതും കുറവായിരുന്നു. അങ്ങനെ പിന്നെ ഇവരൊക്കെ അങ്ങോട്ട് കയറി. ഞാൻ ഈ ജെന്യൂനായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ ഇരുന്ന് പോയി. അതായത് കുറേ പേര് ടിക്ടോക്ക് ഫെയിംസ് കൊണ്ടുവന്നു, കുറേ പേര് ഇങ്ങനെ സബ് വഴി വരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ സബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഞാൻ തികച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 4000 വാച്ച് അവർ എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ടാസ്ക് ആയിരുന്നു. ചിലപ്പോൾ ആവുമായിരുന്നു, ഞാൻ ഈ സംഭവത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് 4000 വാച്ച് അവർ ആവുമായിരുന്നു. പക്ഷെ ഞാൻ മിഡിലിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് കൊറോണ വരുന്നതും എൻ്റെ കല്യാണം ഫിക്സ് ആവുന്നതും. എല്ലാവരും കൊറോണ സമയത്ത് കത്തിക്കയറുമ്പോൾ ഞാൻ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ചാനൽ കണ്ടിന്യൂ ചെയ്യ് നല്ലതല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ഞാൻ ചാനലിലേക്ക് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞു കേട്ടോ, ഒരു 1.5 ഇയർ കഴിഞ്ഞു തോന്നുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയി. ആ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഇവിടെ കൊറോണ ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണ ഉണ്ടാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് റീച്ച് ആവുമായിരുന്നു. അതായത് നമ്മുടെ പ്രഗ്നൻസി, കൊറോണ ടൈമിൽ ഹോസ്പിറ്റൽ വിസിറ്റ്, കൊറോണ പ്രഗ്നൻസി. എനിക്കാണെങ്കിൽ 9ാം മാസത്തിൽ കൊറോണയും വന്നു. അപ്പം ഞാൻ ക്വാറന്റൈനിലിരുന്നു, അതായത് 9 മാസം. അപ്പം അതൊക്കെ പറഞ്ഞിട്ടല്ലേ 9 മാസത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കൊറോണ, അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ റീച്ച് കയറും ഉറപ്പാണ്. പക്ഷെ അപ്പോഴെനിക്ക് എന്താ പേടിയെന്നറിയോ, എനിക്ക് ഭയങ്കര പേടിയാണ്. പൊതുവേ എനിക്ക് പേടിയാണ്. ഇപ്പോൾ ഞാനങ്ങനെയൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഇട്ട് എല്ലാവരും കണ്ട് നാളെ എന്താ കുഞ്ഞ് പുറത്ത് വരുന്നവരെ നമുക്കൊരു പേടിയാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ വന്നു. എന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചു. പക്ഷെ എനിക്ക് പബ്ലിഷ് ചെയ്യാൻ ധൈര്യമില്ല. കാരണം എനിക്ക് ആ സമയത്തുണ്ടല്ലോ ഡാൻസൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചെയ്യുകയാണെങ്കിൽ. പക്ഷെ ഞാൻ എന്തൊക്കെയോ പേടിച്ചിട്ട് ചെയ്യില്ല. എനിക്ക് ഹെൽത്ത് വൈസ് പ്രഗ്നൻസിയിൽ ഒരു ഇഷ്യൂസും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ കുഞ്ഞല്ലേ, ഞാൻ അങ്ങനെയൊക്കെ കളിച്ചിട്ടാണോ ഇനി കുഞ്ഞിന് എന്തെങ്കിലും പറ്റുക, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ വരുന്നതുകൊണ്ട് ആ സംഭവം ഞാൻ അവിടെ നിർത്തി. അങ്ങനെ യൂട്യൂബ് നിർത്തി.
പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ ശേഷം പിന്നെ വീഡിയോ പോയിട്ട് അതിലേക്കൊന്ന് നോക്കാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് എന്നല്ല, എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് കിട്ടില്ലല്ലോ. കാരണം ഡെലിവറി കഴിഞ്ഞു, പിന്നെ നമ്മൾ പുതിയൊരു ലൈഫിലോട്ടാണ് എൻ്റർ ചെയ്യുന്നത്. നമുക്കൊരു ഫ്രീ ടൈമേ ഇല്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഒരു 1-2 വർഷം കഴിയുമ്പോൾ എനിക്കൊരു സർജറി കഴിഞ്ഞ് വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീണ്ടും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബിൽ ഞാൻ തന്നെയാണ് എൻ്റെ യൂട്യൂബ് വളരാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. ഒന്നാമത് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് 1 ഇയർ ഞാൻ ചെയ്യും, നെക്സ്റ്റ് 10 മാസം ആകുമ്പോഴേക്കും എൻ്റെ മൂഡ് ഡൗൺ ആകുമ്പോൾ ഞാൻ ചെയ്തില്ല. അങ്ങനെ ഓരോ ടൈമിലും ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ ചെയ്യില്ല. അപ്പോഴേക്കും എന്താവും, ഞാൻ ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് കിട്ടിയ വാച്ച് അവർ അങ്ങനെ തന്നെ പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പുതിയ ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് മറ്റേ ചാനലിൽ, അതായത് എൻ്റെ പഴയ ചാനലിൽ 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരാണ്. കാരണം ഈ 1000 ശേഷം, അതായത് സബും അങ്ങനെയൊക്കെയുള്ള മോണിറ്റൈസേഷൻ്റെ 1000 ശേഷം ഞാൻ ഒരാളുടെ അടുത്ത് പോവോ, ഒരാൾക്ക് എൻ്റെ വീഡിയോസ് അയച്ചു കൊടുക്കുമോ, എൻ്റെ വീഡിയോസ് കാണണമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാം, എന്താ പറയുക, 1000 പ്ലസ് ഒരു 1200 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വീഡിയോ കണ്ട് തന്നെ വന്ന ആൾക്കാരാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ട് വന്നതോ ഞാൻ അയച്ചു കൊടുത്തിട്ട് വന്നതോ അല്ല. ആ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മൾ ഈ പോയി പറഞ്ഞ് ഇനി 1000 അല്ല 1,00,000 ഉണ്ടെങ്കിലും നമുക്ക് വ്യൂസ് ഉണ്ടായിട്ടേ കാര്യമില്ല. വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സക്സസ് ആവൂ. വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സജഷൻ ഉണ്ടാവൂ, റെക്കമെൻഡേഷൻ ഉണ്ടാവും, നമുക്ക് ഇൻകം കിട്ടും. എല്ലാം നമുക്ക് വ്യൂസിലാണ് ഇരിക്കുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, നമുക്ക് മോണിറ്റൈസേഷൻ ഉണ്ടാവും. 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. പിന്നെ 1 lakh ഒക്കെ ആകുമ്പോൾ നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. അതല്ലാതെ നമുക്ക് ഇപ്പം ഞാൻ പറയട്ടെ, 1,00,000 പേരുണ്ടായിട്ട് അതിലൊരു 1000 പേര് പോലും തികച്ച് നമ്മുടെ വീഡിയോ കാണുന്നില്ലെങ്കിൽ ഈ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വേസ്റ്റാണ്. ആ ചാനലെന്ന് പറയുന്നത് തന്നെ അതങ്ങനെ ഡെത്ത് ആവാൻ പോവുകയാണ് ചെയ്യുന്നതെന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. പകരം നമുക്കിപ്പോൾ ഒരു 1000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, പക്ഷെ നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് 5K 9K ഒക്കെ ആവുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് സക്സസ് ആവുകയാണ് ചെയ്യുന്നത്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഇങ്ങനത്തെ വെളിപാടൊന്നും എനിക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സംഭവം 1 year ചെയ്യും, 1 year ചെയ്യില്ല. അങ്ങനെ 1 year അല്ല, ഒരു 6 months 7 months ചെയ്യത്തില്ല. അങ്ങനെ പോയി. പിന്നെ കണ്ട എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഈ പറഞ്ഞവരൊക്കെ അയച്ചു കൊടുത്ത വീഡിയോ ഒക്കെ കാണുന്നല്ലാതെ വേറെ ഒരു വീഡിയോയും കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് മാത്രമായിരുന്നു ചെയ്തത്. ഇതുപോലെ ഇരുന്ന് സംസാരിച്ച് ചെയ്തു. പിന്നെ ഞാനത് ഡേ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചാനൽ മൊത്തത്തിലൊരു മിക്സഡ് ആക്കിയിട്ട് ഞാനത് വെച്ചു ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പം എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട്. എൻ്റെ വീട്ടിലോ ആർക്കും അറിയില്ല ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത്. എൻ്റെ ഫ്രണ്ട്സിനോടോ ഒരാളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കൊരു വിശ്വാസമുണ്ട്. ശരി, ഞാൻ 6 വർഷം ഞാൻ കാത്തിരുന്നു, ഓക്കെ, അത് ഫൈൻ. പക്ഷേ ഇനി അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഒരാളോട് പോലും ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവില്ല. അവർ തന്നെ വന്ന് ചെയ്യട്ടെ, ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ വീഡിയോ കാണൂ. അതുകൊണ്ട് ഇനി തുടങ്ങുന്നവരോടും ഞാൻ പറയാണ്, പോയിട്ട് ആരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേണ്ട, ആരെങ്കിലും കണ്ടോട്ടെ. ഇന്നലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടു, 30 പേര് വ്യൂ ചെയ്തു. 30 പേരെന്ന് പറയുമ്പോൾ 32 ഈ 32 പേരെയും എനിക്കറിയാത്ത ആൾക്കാരായിരിക്കും. എന്നെ അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും, പുതിയ ചാനൽ തുടങ്ങിയല്ലേ എന്ന്. അങ്ങനെ ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ 33 പേരെന്ന് പറയുന്നതും 0 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമ്പോൾ 33 പേര് വ്യൂ ചെയ്തു. അവിടെ എനിക്ക് സക്സസ് ആണ് ശരിക്കും. ഞാൻ അവിടെ കാരണം 33 പേര് എൻ്റെ വീഡിയോ കണ്ടു എന്ന് പറയുമ്പോൾ എന്താ, ഞാൻ അയച്ചു കൊടുത്തതോ ഒന്നുമല്ല, യൂട്യൂബ് സജഷൻ കൊടുത്തതും റെക്കമെൻഡേഷനിലൂടെയും അല്ലെങ്കിൽ ചാനൽ വ്യൂസിലൂടെയും വരുന്നതാണ് അത്. അതിൻ്റെ കൂടാതെ 3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അതിൽ ഒരാൾ കമൻറ്റും ചെയ്തു. കമൻറ്റ് ചെയ്യുന്ന വ്യക്തി വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരാൾ കമൻറ്റ് ചെയ്തു, ആളാണ് ഫസ്റ്റ് സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് തോന്നുന്ന വ്യക്തിനെ എനിക്ക് അറിയില്ല, എനിക്ക് അറിയാൻ ഒരു ചാൻസ് ഇല്ല. എല്ലാം പുതിയ ആൾക്കാരായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ആൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചാനലൊന്ന് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു.
സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ചാനൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ പ്രൊഫൈൽ പിക്ചർ അത് ഇതൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി. ഇത് ഞാൻ ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ച് ചെയ്തതായിരുന്നില്ല, ആ വീഡിയോ അടക്കം അങ്ങനെ ആയിരുന്നില്ല. ജസ്റ്റ് എടുത്തു, വെറുതെ അതിലൊന്ന് പോസ്റ്റ് ചെയ്തു, കുറച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു വ്യൂസ് കാണുമ്പോൾ എനിക്കൊരു ചെറിയൊരു സന്തോഷം. കാരണം 0 സബ്സ്ക്രൈബേഴ്സായിട്ട് 30 വ്യൂ കിട്ടുക എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ ബിഗിനറാണല്ലോ, ആ ചാനലിൽ ബിഗിനറാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അപ്പോൾ നിങ്ങൾ ഇനി ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ പോലത്തെ പൊട്ടത്തരങ്ങൾ ചെയ്തിട്ട് സ്വന്തം ചാനലിനെ അടിച്ചടിച്ച് താക്കരുത്. അതായത് ആർക്കും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കണ്ട. നമ്മുടെ വീഡിയോ കണ്ടന്റ് നല്ലതാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരും. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, കണ്ടന്റ് നല്ലതാണെന്നൊക്കെ പറയുവേ, നിങ്ങൾ ചില ചാനൽ നോക്കിയാലുണ്ടല്ലോ ഒരു കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല. അവർ എഫേർട്ട് എടുക്കുന്നുണ്ടാവും, അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യമില്ല, പക്ഷെ അവർക്ക് സക്സസ് ആവും. അതാണ് ഞാൻ പറഞ്ഞത്, ലുക്കും വേണം, ക്യാമറ ക്വാളിറ്റി വേണം. എൻ്റെ ചാനലിനൊരു കുഴപ്പമുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അടിപൊളി ക്ലാരിറ്റി ആയിരിക്കും, പക്ഷെ അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഇല്ല. ക്യാമറയിലാണ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതെന്താ സംഭവം എന്ന്. ഇപ്പോൾ ഈ വീഡിയോയും ചിലപ്പോൾ അങ്ങനെ വരും, എനിക്കറിയില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് പിന്നെ ഇപ്പോഴത്തെ ചാനലിൽ ഞാൻ എന്തുകൊണ്ടറിയും പിന്നെ കണ്ടിന്യൂ ചെയ്യാത്തത്. കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ സക്സസ് ആവും, ചിലപ്പോൾ എല്ലാം സക്സസ് ആവുമായിരിക്കും. അതാണ്, ചിലപ്പോൾ സക്സസ് ആവും. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ തന്നെ ഒരു 2000-ൻ്റെ അടുത്ത് വാച്ച് അവർ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു കാൽക്കുലേഷനിലാണ് ഞാൻ ഇനി ബാക്കി ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പം യൂട്യൂബ് ഉള്ളവർക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ ഈ 2000-ൽ ചിലപ്പോൾ 100 അവേഴ്സ് അല്ലെങ്കിൽ 500 അവേഴ്സൊക്കെ വന്നത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഈ ഡിസംബർ 2-നായിരിക്കും. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും ആ 200 പോവും. 200 അവേഴ്സ് അല്ലെങ്കിൽ 100 അവേഴ്സ് 500 അവേഴ്സ് എത്രയാണോ ആ 2024 ഡിസംബറിൽ എനിക്ക് കിട്ടിയത്, അത് ഈ 2025 ഡിസംബർ 2 കഴിയുമ്പോഴേക്കും എനിക്ക് പോവും. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എവിടെ നിന്ന് തുടങ്ങുന്നു എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പുതിയൊരു ചാനലാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഇപ്പോൾ ഡിസംബർ 2-ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡിസംബർ 2-നുള്ളിൽ നമുക്ക് 4000 വാച്ച് അവേഴ്സ് ഉണ്ടായാൽ മതി. എല്ലാം അങ്ങനെയാണ്. പക്ഷേ മറ്റേത് നമുക്ക് ഓൾറെഡി വാച്ച് അവർ ഉള്ളതുകൊണ്ട് അത് എത്ര വെച്ചിട്ട് ഓരോ ഡേയ്സ് കട്ടാവും, ഇവിടെ നിന്ന് എത്ര കൂടുന്നു ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങാൻ കാരണം. പിന്നെ ഈ ഒരു ചാനലിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നിൽക്കുന്നത് കുറച്ച് DIY കാര്യങ്ങളാണ്. അതായത് ബ്യൂട്ടി ടിപ്സും ഡേ ഇൻ മൈ ലൈഫ്. കൂടുതലും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും, വ്ളോഗും കാര്യങ്ങളും. കാരണം എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് കുറച്ചും കൂടി ഈസി. അതാകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം DIY ഒക്കെ ആവുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി ഇരുന്ന് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഡേയ്സിലെ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ വീഡിയോസ്, അതായത് എൻ്റെയും കുഞ്ഞിൻ്റെയും മെയിനായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് ഈ സംഭവങ്ങളില്ലേ നമ്മുടെ ഡ്രസ്സിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യണമെന്ന്. പക്ഷേ ഡ്രസ്സിൻ്റെ റിവ്യൂ ഞാൻ ഒന്നാമത് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഈ ആൾക്കാരൊക്കെ റിവ്യൂ ചെയ്തിട്ട് അവർ ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുക്കുകയാണോ അത് അവർ സ്വന്തമായിട്ട് യൂസ് ചെയ്യുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത്രയ്ക്ക് ഡ്രസ്സ് വാങ്ങാമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിലാണ് ഒരു മാസത്തിൽ തന്നെ 10-30 ഡ്രസ്സുകൾ വാങ്ങിയിട്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അതിപ്പം എനിക്കത്ര പോസിബിൾ അല്ല. ഇപ്പോൾ കൊളാബറേഷനൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ഓക്കെ, കൊളാബറേഷൻ കിട്ടുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ എനിക്ക് അറിയില്ല, അഫിലിയേറ്റഡ് മാർക്കറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിപ്പം ഞാനത് എന്തായാലും നോക്കുന്നില്ല. ആദ്യം നമ്മളൊന്ന് പിച്ച വെച്ച് വരട്ടെ, കുഞ്ഞായിട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഒന്ന് പിച്ച വെച്ച് വന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാനൊരു പ്രതീക്ഷയും കൊടുക്കുന്നില്ല. കാരണം എനിക്കറിയാം ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം, ഈ ഒരു 2000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നൊന്നുമില്ല സക്സസ് ആവുമെന്ന്, പക്ഷെ ഒരു ട്രൈ, അത്രയേ ഉള്ളൂ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരോട്, ഇപ്പം നിങ്ങൾ തുടങ്ങിയിട്ട് 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊന്നും സക്സസ് ആവണമെന്ന് എവിടെയില്ല കേട്ടോ. മാക്സിമം കഷ്ടപ്പെടാൻ. ഞാൻ പിന്നെ 6 വർഷത്തോളം അതിൽ കിടന്ന് മെഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് തോന്നി ബെറ്റർ പുതിയൊന്ന് തുടങ്ങി നോക്കാമെന്ന്. പിന്നെ നമ്മുടെ ChatGPT-യോട് ചോദിച്ചപ്പോൾ ChatGPT പറഞ്ഞു ഓക്കെ പഴയത് കണ്ടിന്യൂ ചെയ്യൂ, എന്നിട്ട് ബെറ്റർ പുതിയത് തുടങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ കൂടുതൽ ഷോർട്സ് ഇടാം. ഞാൻ ചെയ്ത തെറ്റുകളാണ്, ഞാനിതൊക്കെ അറിഞ്ഞിട്ടും ചെയ്യാതെ പോയി. ഷോർട്സുകൾ ഇടാൻ നോക്കാം, ക്ലാരിറ്റി പറ്റുന്നത്ര ക്ലാരിറ്റി നോക്കുക. അല്ലാതെ ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ട് പുതിയ ക്യാമറ വാങ്ങാനോ ഒന്നും പോകുന്നില്ല, ഇപ്പം എന്തായാലും പോകുന്നില്ല. അപ്പോൾ ക്ലാരിറ്റി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ ഇൻസ്റ്റഗ്രാമിലും പറ്റുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഞാൻ എന്തായാലും ഫേസ്ബുക്കൊന്നും അത്ര ചൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല.
അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ കുറച്ച് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ വെറുതെ കുറേ പ്രൊഡക്ട്സ് എടുത്തിട്ട് പറയുകയാണെന്ന്. ഒരിക്കലല്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ടായിട്ട് പൈസ കൊടുത്ത് വെറുതെ പ്രൊഡക്റ്റ് വാങ്ങില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ കുറച്ച് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത്, അത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, മറ്റേ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം. പിന്നെ മറ്റേ ചാനലിലാണെങ്കിലും എനിക്ക് 35-40K ഒക്കെ വ്യൂസ് വരുന്ന വീഡിയോസ് ഉണ്ട്. സ്റ്റിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഡെയിലി കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു വീഡിയോ മാത്രം, അതാണെങ്കിൽ പൊട്ടത്തരം എന്ന് പറയണമല്ലോ, അതാണെങ്കിൽ വെറും 3 മിനിറ്റേ ഉള്ളൂ ആ വീഡിയോ. അതൊരു 10-20 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങ് കയറിപ്പോവായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മുടെ കൂടെ ഭാഗ്യമില്ല ആ കാര്യത്തിൽ. ഇനി എന്തായാലും ഇവിടെ നിന്നൊന്ന് തുടങ്ങി നോക്കാം. ചാനൽ പതിയെ സെറ്റ് ചെയ്യാം. തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ ആയിരുന്നു ഞാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ കാണും എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നേ ഇല്ല, കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ല. ഇഷ്ടമുണ്ട്, ചാനൽ ഇഷ്ടപ്പെടാൻ നമ്മൾ തുടങ്ങിയിട്ടില്ല, സത്യം പറഞ്ഞാൽ കണ്ടൻ്റൊന്നും വന്നിട്ടില്ല. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നോക്കും. അത്രയേ ഉള്ളൂ. ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു സജഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.